ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും സ്വതന്ത്രമായി ജീവിച്ചു മരിക്കാൻ അവകാശമുണ്ട്. ആരാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വരകൽപ്പിക്കുന്നത്? ബുദ്ധിവികാസം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണോ? അതോ കാണാമറയത്തിരിക്കുന്ന ദൈവമാണോ? അതോ നമ്മളടങ്ങുന്ന പ്രകൃതി തന്നെയാണോ? സ്വാതന്ത്ര്യത്തിനായി നിരന്തരമായുള്ള സഹനവും പ്രതിരോധവും അത്യന്താപേക്ഷിതമാണ്. ആ സഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതീക്ഷയാണ്. പക്ഷേ കാഴ്ചവസ്തു ആക്കപ്പെടുന്നവരിടത്ത് എല്ലാ പ്രതീക്ഷകളും അറ്റുപോകുന്നു. ഒരു വശത്ത് അവ പണമുണ്ടാക്കുന്ന ഒരു വസ്തുവായി നിലനിൽക്കുന്നു. മറുവശത്ത് ആരാധനയും സമ്പത്തും പ്രൗഢിയും ആണത്വവും വരച്ചുകാട്ടുന്ന സമ്പ്രദായങ്ങളായി. ഇതിനു രണ്ടിനുമിടയിൽ വേദനയോർത്ത് പേടിക്കുന്ന ജീവനുകളുണ്ട്. ഭക്തിയിലും ശക്തിയിലും ആഘോഷങ്ങളിലെ മത്സരങ്ങളിലും മനുഷ്യൻ എന്നും അന്ധനായിരുന്നു. അന്നത്തെ കാലത്ത് ആനകളുള്ളത് മനക്കൽ പറഞ്ഞുണ്ടാവുള്ളൂ. അത് നല്ല മനക്കിൽ ആനുണ്ടാവുക. പിന്നെ ഈ അമ്പലം പെരുമ്പാവൂർ കാക്കമ്പലൊക്കെ മരക്കമ്പനിക്കുന്നുണ്ട്. ആനകൾ മരക്കമ്പനിയും വലിയ നമ്പൂരിമാരുടെ വീട്ടിൽ ആനയുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവർക്കും ആന മേടിക്കാം, കാശിന് ആന മേടിക്കാം. ആ കാലഘട്ടം അന്ന് ആനകൾക്ക് 30,000 രൂപയൊക്കെ ആന കിട്ടും. 35 കൊല്ലം മുന്നേ 40 കൊല്ലം മുന്നേ 35 രൂപ 20 റുപ്യ ആനയായി. അതായത് ഞാൻ പറഞ്ഞു 12 വയസ്സിൽ ഈ ആന പിന്നെ പോകണം പണി പഠിക്കാൻ. 10-15 വയസ്സിൽ ഞാൻ ആനക്കാരനായി. അന്ന് നമ്മുടെ നാട്ടിലാണുള്ളത്. എടക്കുന്നി ഗോപാലനാന, മറ്റേ ഈ പൂക്കോട ശിവൻ ഒക്കെ പണ്ട് നാട്ടിൽ പിടിച്ചിട്ടുള്ള ആനാണ്. അത് നമ്മളെ പിടിച്ചല്ല, വരവുള്ള ആനാണ്. നമുക്ക് നാട്ടിലാനാണ്. കുട്ടിഷാന, ദാമോദരാന, കിഴക്കുള്ളി ദാമോദരൻ. അതൊരു 10-15 ആന പോലെ ഇരുന്ന ആനയ്ക്ക് യാതൊരു കുഴപ്പമില്ല. നല്ല നീളമാണെങ്കിൽ ഒരു നല്ല വന്ന കൊമ്പും നല്ല വന്നുള്ള കൊമ്പുകളും. അന്നത്തെ ആനൊന്നുമില്ല, അന്നത്തെ പാപ്പാന്മാരും ഇല്ല. അതിനൊന്നുമില്ല. അവിടെ വന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. ഇതാണ് 50 കൊണ്ട് പോകുന്നുള്ളൂ. ഇപ്പം ഇത് തന്നെ പോകേണ്ടവരാണ് 3 പേര്. എപ്പം മാറിയപ്പോൾ കോട്ടേഷൻ അടുത്ത് പണിയൊന്നുമില്ല. വാക്കൻസ്, കുഞ്ചു, മീനാട് വിനായകൻ എന്നീ ക്രമത്തിലാണ് ആനകളെ അണിനിരത്തേണ്ടത്. ഓരോ കാരണവശാലും ആനകളെ മാറ്റി അണിനിരത്താൻ അനുവദിക്കുന്നതല്ല. എല്ലാ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളും ദേവസ്വം പോലീസും എടുത്തിട്ടുള്ള തീരുമാനത്തിന് അനുസൃതമായി മാത്രമേ ആനകളെ ഉത്സവത്തിന് കൂട്ടിയെഴുന്നള്ളിപ്പിന് പങ്കെടുപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഈ പൂരത്തിന് ക്രമസമാധാന ചുമതല നിർവഹിക്കുന്നത് കുന്നംകുളം പോലീസ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തൊട്ടടുത്ത പോലീസ് അധികാരികളെ അറിയിക്കുക. നിങ്ങളുടെ ആഭരണങ്ങൾ
ആന എന്ന് പറഞ്ഞാല് ഈ നിയമപുസ്തകത്തിലൊക്കെ എലിഫന്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എലിഫാസ് മാക്സിമസ് എന്നാണ് അതിന്റെ പേര്. ഇങ്ങനെ ആയിരിക്കെ ഈ ആന എന്ന് പറയുന്നത് വൈൽഡാണ്. അപ്പൊ വൈൽഡ് എലിഫൻസിനുള്ള എല്ലാ ബെനിഫിറ്റ്സും റൈറ്റ്സും ഈ ക്യാപ്റ്റീവ് എലിഫൻസിനും ബാധകമാണെന്നൊരു ഓർഡർ 99 ഇന്ത്യയിൽ തന്നെ ഇവിടെ ആനകൾ സ്ഥിരമായിട്ട് ഇടഞ്ഞോടി വേറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അന്യ സംസ്ഥാനത്ത് വരുന്ന ആനകൾക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല, മെരിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് ആനകൾ പാപ്പന്മാരെ എന്നുള്ള യുദ്ധത്തിന് മരിച്ചു പോണത് പാപ്പന്മാരെ മരിക്കുന്നുണ്ട്, നാട്ടുകാരും മരിക്കുന്നുണ്ട്. നിയമമുണ്ട്, പക്ഷെ ആരനുസരിക്കില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നിയമമൊക്കെ ഉണ്ട്, പക്ഷെ ആരും അനുസരിക്കില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ജീവികളെ ഉപയോഗിക്കുമ്പോൾ ആ ജീവികളുടെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ആവാസ വ്യവസ്ഥയും അവരുടെ ജീവിത രീതിയും അവരുടെ അവകാശങ്ങളും അവരുടെ സുരക്ഷയും ഒക്കെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അപകടത്തിലാക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ അർത്ഥം ഉത്തെന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റിയാണ്. സവം എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖത്തെ എടുത്തു മാറ്റാൻ വേണ്ടി പണ്ടത്തെ ഒരു സുബ്രഹ്മണ്യം കഴിഞ്ഞാൽ ആരാധനാലയങ്ങൾ ഉത്സവങ്ങൾ, നാട്ടിലത്തെ ഉത്സവം. അപ്പൊ അതിനോട് വേണ്ടി ഒരിക്കലും ആളുകൾ അയ്യോന്നോ നിലവിളിച്ച് വേറുണ്ടാക്കി ഓടരുത്, ആഹ്ലാദിക്കാനുള്ളതാണ്. പക്ഷെ ഇവിടെ നടക്കണ എന്താണ്, വെടിക്കിറ്റ് അപകടത്തിൽ ആൾ മരിക്കും, ആന എടുത്തിട്ട് ആൾ മരിക്കും, ആന അമ്പലം തകർത്തു. ഇത് ദുഃഖം വിളിച്ചു വരുത്തുന്നൊരു സാധനമല്ലേ. ഇവന് ആനയെ തല്ലുന്നു, ഇവന് ആനയെ പരിക്കേൽക്കുന്നു, പരിക്കേറ്റാന പനി മൂലം ഇവൻ പറഞ്ഞൊക്കെ കേട്ടുകൊണ്ടത്. ഈ പനി മാറിയാൽ ഇവനൊരു മനുഷ്യനാണെന്നും തനിക്ക് അവനെക്കാട്ടും കൂടുതൽ ശക്തി നിന്ന് തോന്നണം നിമിഷമാണ് ആന ഇവനെ കൊല്ലുന്നു. ഇവനാണ് ആനയുടെ രാജാവെന്നും വിശ്വസിച്ചിട്ടുണ്ടായി. ഇവനല്ല ആനയുടെ രാജാവെന്നും ആനയാണ് രാജാവെന്നും ആന തിരിച്ചറിയുന്ന ഒരു നിമിഷം ഇവനെ കൊല്ലുവാൻ. അത്രയും ഇവന്റെ വീരശൂര പരാക്രമത്തിനായിരുന്നു. ഈ തളർന്ന ആന എപ്പോ വേണമെങ്കിലും ശൂരപരാക്രമിയായി മാറാൻ വലിയ താമസമൊന്നുമില്ല. അങ്ങനെയാണ് പബ്ലിക് റോഡിലിട്ട് ആന പാപ്പാനെ കൊല്ലുന്നത്, കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് ആന കൊല്ലുന്നത്, എഴുന്നള്ളിപ്പിന്റെ ആന ആളെ കൊല്ലുന്നത്, ഇടഞ്ഞു കൊടുക്കുന്നത്, ദൈവത്തെ തലയിലെത്തിയിട്ട് ദൈവത്തെ തട്ടി നിരത്തിട്ട് പാപ്പാനെ കൊല്ലുന്നത്. ഗുരുവായൂരമ്പലത്തില് ശ്രീകൃഷ്ണൻ എന്ന് പേരുള്ള ആന ശ്രീകൃഷ്ണന്റെ പ്രതിമ തലയിൽ വെച്ചിരിക്കുമ്പോ പാപ്പാനെ കുത്തിക്കൊല്ലും. ഇവന്റെ ജഡ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ അളവിൽ കവിഞ്ഞ് കൂടുതൽ ചാരായ ഇവന്റെ വയറ്റിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടിയാണ് ആനയെ പരിക്കേൽപ്പിക്കുന്നത്. എന്നിട്ടും ധൈര്യം കിട്ടണമെന്നാണ് ഇവ മദ്യം കഴിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായും ക്ഷേത്രങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ തന്നെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ആന ഇതുപോലെ ഉത്സവങ്ങൾക്ക് പെരുന്നാളുകൾക്കൊക്കെ വരുമ്പോൾ ആന ഇടയുകയും അതുമൂലം അപകടങ്ങൾ സംഭവിക്കുന്നതും നമുക്ക് നിരവധിയായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഈ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഈ ഒരു 2024 തന്നെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഏതാനും ചില വിഷയങ്ങളിലൂടെ കടന്നുപോയി. ജനുവരി 22-ാം തീയതി കൊയിലാണ്ടിയിൽ ആനയടഞ്ഞു. അവിടെ ഒരാൾ പരിക്കുപറ്റി, ഗുരുതരമായിട്ട് പരിക്കുപറ്റി ആശുപത്രിയിലായി. അതിനുശേഷം ഫെബ്രുവരി 16-ന് പാവറട്ടി തൃശ്ശൂരിൽ ആനയടഞ്ഞു, 2 പേര് ഗുരുതരമായിട്ട് പരിക്കുപറ്റി. ഫെബ്രുവരി 21-ന് നമ്മുടെ ചാവക്കാട് ബ്ലങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ഇതുപോലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയടഞ്ഞു, 4 പേര് ഗുരുതരമായിട്ട് പരിക്കുപറ്റി. ഏറ്റവും ഒടുവിൽ മാർച്ച് 4-ന് പാലക്കാട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി, ആനയടഞ്ഞു, അവിടെ ഒരാൾ പരിക്കുപറ്റി. ഇത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രതിവിധി ഉണ്ടായേ തീരൂ. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. ആയിരത്തി 1944 രചിക്കപ്പെട്ട വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ സഹ്യൻ്റെ മകൻ എന്ന കവിതയുടെ അവസാനം ഉത്സവപ്പറമ്പിൽ സഹികെട്ട് മതമിളകി ഉന്മാദാവസ്ഥയിലായ ആനയെ വെടിവെച്ചു കൊല്ലുമ്പോൾ കവി ചോദിക്കുന്നുണ്ട്, ആകാശത്തെ വിറപ്പിക്കുന്ന അവൻ്റെ കരച്ചിൽ അമ്പലത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യരുടെ ദൈവം കേട്ടില്ലേ എന്ന്. ചിലപ്പോൾ കേട്ടതുകൊണ്ടാവും ഈ നരക ജീവിതത്തിൽ നിന്ന് അവനെ അങ്ങ് നേരത്തെ വിളിച്ചത്.